ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് പ്രതാപനും മേഘനും വലിയൊരു ഗുണ്ടകളെ തന്നെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. കണ്ണനാണെങ്കിൽ മലയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നിന്നാണ് അവനെ കൊല്ലേണ്ടത് എന്നൊക്കെയാണ് ഗുണ്ടകളോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നത് തന്നെ. അയ്യപ്പസ്വാമിമാരെ വേഷം കെട്ടിപ്പിച്ചിട്ട് കണ്ണൻ്റെ പിന്നാലെ തന്നെ കൂടാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ ആ പണി തന്നെ ഏറ്റെടുക്കുന്നത്. അവന് ശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി അമ്മയെ കാണാൻ വേണ്ടി അമ്പലനടയിലേക്ക് പോകുന്നുണ്ട്. അമ്പലനടയിലെത്തിയ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മേ നാളെയാണ് കണ്ണേട്ടൻ യാത്രയാവുന്നത്, അമ്മയുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ മഹാലക്ഷ്മിയോടാണെങ്കിൽ അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാവും, പക്ഷേങ്കിൽ കണ്ണനോട് സൂക്ഷിക്കണം എന്ന് പറയണം. കാരണം ശത്രുക്കളെ ചുറ്റും നിന്ന് ആക്രമിക്കാനുള്ള ഒരു വഴി തന്നെ ഞാൻ മുമ്പിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു വിഗ്രഹം മോള് ആ കണ്ണൻ്റെ കയ്യിൽ കൊടുക്കണം. കണ്ണന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്ന് ആ അമ്മ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ആ വിഗ്രഹം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കണ്ണന് ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാർക്കോ നമ്മുടെ കണ്ണനെയും കൂട്ടി ആ വലിയൊരു മല മുകളിലേക്ക് പോകുന്നത് തന്നെ. ഇവിടെയാണ് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമുള്ളത്. ഇവിടെ വന്ന് അയ്യപ്പന്മാർ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാവാറെന്നൊക്കെ നമ്മുടെ മാർക്കോ നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, കണ്ണൻ്റെ മനസ്സിലുള്ള ആ വലിയൊരു സംശയമാണ് കണ്ണനോടെ ചോദിക്കുന്നത് തന്നെ. ഞാനും മഹാലക്ഷ്മിയും എപ്പോഴും നിന്നെയും കുറിച്ചും പിന്നെ ആ അമ്മയെക്കുറിച്ചും പറയാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ വലിയൊരു ശക്തിയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരിക്കും നിങ്ങൾ ആരാണ് മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, സാറിപ്പോൾ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും വലിയൊരു ശക്തിയുള്ള ആൾക്കാർ തന്നെയാണെന്ന്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, രക്ഷിക്കാൻ വരുന്നവരെ അങ്ങനെയായിട്ട് കാണുന്നത് നല്ലവരുടെ മനസ്സ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് മാർക്കോ കണ്ണനോട് ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അയ്യപ്പസ്വാമിയോട് ആ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവമേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. മല ചവിട്ടാൻ കഴിയണമേ, ഒരാപത്തും കൂടാതെ തിരിച്ച് വീട്ടിലെത്തിക്കണം എന്നൊക്കെയാണ് കണ്ണൻ ആ അയ്യപ്പസ്വാമിയോട് ആവശ്യപ്പെടുന്നത് തന്നെ. മാർക്കോ ആണെങ്കിൽ അതിനുശേഷം കണ്ണൻ സാറിനോട് പറയുന്നുണ്ട്, സാറേ ഇവിടെ നിൽക്കുക, ഞാൻ എന്തായാലും ഒന്ന് ഇപ്പോൾ തന്നെ വരാം. ഞാൻ വരുന്നത് വരെ എവിടേക്കും പോകാൻ പാടില്ല. കാരണം ഇവിടെ അത്ര വലിയ നല്ല സ്ഥലമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കൂട്ടവും ഇല്ല. അതുകൊണ്ട് സാർ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ്റെ അരികിൽ നിന്ന് നമ്മുടെ മാർക്കോ ആ അമ്മയുടെ അരികിലേക്കോടെ പോകുന്നത് തന്നെ. ആ അമ്മയാണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കോ ആണെങ്കിൽ പെട്ടെന്ന് ആ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ പുറത്ത് കണ്ണൻ സാറുണ്ട്, അതുകൊണ്ട് തന്നെ അമ്മ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മാർക്കോയോട് ആ അമ്മ പറയുന്നുണ്ട്, കണ്ണന് ചുറ്റും ശത്രുക്കളാണ്, മല ചവിട്ടുമ്പോൾ പോലും അവനെ സൂക്ഷിക്കണം. കാരണമെന്ന് വെച്ചാൽ അത്രയും ഒരു ഇത് ഞാൻ കാണുന്നുണ്ട് മുമ്പിൽ. എത്രയെങ്കിലും പെട്ടെന്ന് അവനെ വീട്ടിലെത്തിക്കാൻ കഴിയുമെങ്കിൽ അത്ര പെട്ടെന്ന് മല ചവിട്ടി നീ തിരിച്ച് വീട്ടിലെത്തിക്കണം. കാരണം ചുറ്റും ശത്രുക്കളാണ്, അത് മുമ്പിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എന്തായാലും സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അമ്മ എന്തിനാ പേടിക്കുന്നത്, അമ്മ തന്ന ആ വലിയൊരു ശക്തി എൻ്റെ കൂടെ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണേട്ടനെ രക്ഷിക്കും. അതുകൊണ്ട് അമ്മ ഒന്നും തന്നെ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് കണ്ണനെയും കൊണ്ട് പോവുകയാണ് മാർക്കോ ആണെങ്കിൽ. അതിന് ശേഷമാണെങ്കിൽ എല്ലാവരും കൂടെ വലിയൊരു സ്വാമികളും പിന്നെ മൂത്തുസ്വാമികളൊക്കെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ മുമ്പിലിരുന്ന് പൂജ ചെയ്യുകയാണ്. കണ്ണന് വേണ്ടിയിട്ടാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ എല്ലാവർക്കും വേണ്ട സാധനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മൂത്തസ്വാമി പറയുന്നുണ്ട്, എല്ലാവരും സൂക്ഷിക്കണം. കാരണം അയ്യപ്പ നടയിലോട്ടാണ് പോകുന്നത്, പല വഴിയിലും പല ആൾക്കാരും ഉണ്ടാവും മടക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും നിങ്ങളാരും തന്നെ കാര്യമാക്കേണ്ടതില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അയ്യപ്പസ്വാമിയെ നീട്ടി വിളിച്ചാൽ മതി, കൂടെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട് ആ മൂത്തസ്വാമി ആണെങ്കിൽ എല്ലാവരോടും. അതിനുശേഷം മുത്തശ്ശിയും പ്രതാപനും ആണെങ്കിൽ ഇങ്ങനെ, കരുണമോളെ ഇനി എപ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുക, ആ അയ്യപ്പ വിഗ്രഹം നമ്മുടെ കയ്യിലൊന്ന് വന്ന് ചേർന്നിരുന്നെങ്കിൽ അവരെയൊക്കെ നിലത്തും തൊടാതെ നമുക്ക് നിൽപ്പിക്കാമായിരുന്നു. പക്ഷേങ്കിൽ ആ അയ്യപ്പസ്വാമി നമ്മുടെ അടുത്ത് വരുന്നില്ലല്ലോ, അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ആലോചിക്കുന്നത് തന്നെ. അങ്ങനെ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടൊന്നും എനിക്ക് കാര്യമില്ല, കരുണമോളോട് ഒന്നും കൂടെ ആ അയ്യപ്പ വിഗ്രഹം എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറയണം, അല്ലാതെ ഒരു രക്ഷയില്ലെന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. ഗുണ്ടകളെ കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ലടാ പ്രതാപ എന്നൊക്കെയാണ് മുത്തശ്ശിയും പറയുന്നത് തന്നെ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കരുണയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒന്നും കൂടെ ആ അയ്യപ്പ വിഗ്രഹം നീ നല്ല ഭക്തിയോടെയും പിന്നെ പ്രാർത്ഥനയോടെ നീ എടുക്കണം. എന്നാൽ ആ അയ്യപ്പ വിഗ്രഹം നിൻ്റെ കയ്യിൽ വരും. അതിൻ്റെ മുമ്പായിട്ട് നീ ഒന്ന് ഇവിടെ വരെ വരണം. നിൻ്റെ കയ്യിൽ കിട്ടിയ ആ പൂജിച്ച ചരട് കാണുമ്പോൾ ഒരിക്കലും അയ്യപ്പസ്വാമിക്ക് നിൻ്റെ ഇടയിലേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നീ കുളിച്ച് നല്ല ഭക്തിയോടെയും ബഹുമാനത്തോടെയും ആ അയ്യപ്പ വിഗ്രഹം എടുത്താൽ തീർച്ചയായിട്ടും അയ്യപ്പസ്വാമി നിൻ്റെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ കരുണയെ വിളിച്ച് മുത്തശ്ശി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കരുണ നമ്മുടെ ദുർഗയോടും ഉണ്ണിയോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചതാ
ഇതുവരെയായിട്ടും അയ്യപ്പസ്വാമി നമ്മുടെ കയ്യിൽ നിന്നില്ലല്ലോ, എപ്പോൾ എടുത്താലും അത് അവളുടെ അരികിലേക്ക് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അമ്മേ അതൊക്കെ ശരിയാണ്, പക്ഷേ ഇന്ന് വരെ നമ്മൾ ഭക്തിയോടെയും ബഹുമാനത്തോടെയൊന്നും ആ സാധനം എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും മുത്തശ്ശി പറഞ്ഞതുപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മാർക്കോയും സാഗറും കണ്ണനൊക്കെ മല ചവിട്ടി പോകുന്നത് കാണുകയാണ് നമ്മുടെ ആ ഗുണ്ടകളാണെങ്കിൽ ആ നടന്നു വരുന്ന കണ്ണനെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ മാർക്കോയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്, ഈ ഗുണ്ടകൾ ആരാണ്, എന്താണ് ഇവർ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ തന്നെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാർക്കോ ആണെങ്കിൽ ആ അമ്മ തന്ന ആ വിഗ്രഹം എടുത്തിട്ട് അതിൽ ആരാണ്, എന്തൊക്കെയാണ്, അവരെന്തിനാണ് ഇങ്ങനെ പുറകെ വരുന്നതെന്നുള്ള കാര്യമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അവർ ഗുണ്ടകളാണ്, കണ്ണൻ സാറെ ഇല്ലാതാക്കാൻ വന്നവരാണ്, അമ്മ പറഞ്ഞ ആ കാര്യം ഇവരാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം മാർക്കോ മനസ്സിലാക്കി അവർക്കെല്ലാവർക്കും കണക്കിന് തന്നെ മാർക്കോ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മാർക്കോ കണ്ണൻ സാറെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് തന്നെ. അങ്ങനെ മലയ്ക്ക് പോയി സന്തോഷത്തോടെ തിരികെ വന്ന കണ്ണനാണെങ്കിൽ ആ സന്തോഷ വാർത്തയേക്കാളും ദുഃഖിതമായ ഒരു വാർത്ത കേൾക്കാൻ ഇടയാവുന്നുണ്ട്. കണ്ണൻ വന്ന ഉടൻ തന്നെ അയ്യപ്പസ്വാമി വിഗ്രഹം, കണ്ണനാണെങ്കിൽ മാല അഴിച്ചിടാൻ വേണ്ടി ആ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ റൂമിലോട്ട് കയറുന്നുണ്ട്. അവിടെയാണെങ്കിൽ അയ്യപ്പസ്വാമിയെ കാണാനില്ലായിരുന്നു. പക്ഷേങ്കിൽ കരുണ തന്നെയാണ് എടുത്തതെന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കരുണയോട് ചോദിക്കുന്നുണ്ടെങ്കിലും കരുണ പറയുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല എന്നാണ് കരുണയുടെ മറുപടി തന്നെ. പക്ഷേങ്കിൽ കണ്ണൻ അറിയാമായിരുന്നു അത് കരുണയുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ മഹി വല്ലതും ഇതറിഞ്ഞ മഹിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മഹിയോട് പറയണ്ട എന്നുള്ള രീതിയിൽ കണ്ണൻ നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു പക്ഷേ ഇത് മഹി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ വളരെയധികം തന്നെ സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, എത്രയൊക്കെ അവർ നമ്മുടെ കയ്യിൽ നിന്നും അയ്യപ്പസ്വാമി എടുത്തു മാറ്റിയാലും അത് തിരികെ നമ്മുടെ കയ്യിൽ തന്നെ വരാറില്ലേ, ഇപ്പം അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നീ എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കുക, നീ വിഷമിക്കേണ്ട മഹാലക്ഷ്മി എന്നൊക്കെയാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞതുപോലെ ബഹുമാനത്തോടും സ്നേഹത്തോടും ഭക്തിയോടെ എടുത്തത് കൊണ്ട് തന്നെ അയ്യപ്പസ്വാമി തിരികെ പോകുമോ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പില്ല. കാരണം അയ്യപ്പസ്വാമി എല്ലാവരുടെ കൂടെ നിൽക്കുന്ന ഒരു അയ്യപ്പസ്വാമി തന്നെയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ ആ അയ്യപ്പസ്വാമി വിഗ്രഹം സ്വന്തമാക്കിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ആ അയ്യപ്പസ്വാമിയെ വെച്ച് കരുണയാണെങ്കിൽ പല കളികളും കളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അയ്യപ്പസ്വാമി കിട്ടിയതിൽ കരുണ ഒരുപാട് അഹങ്കരിക്കുന്നുണ്ട്. അങ്ങനെ അയ്യപ്പസ്വാമി കയ്യിൽ വന്നെന്നുള്ള കാര്യം മുത്തശ്ശി വിളിച്ച് അറിയിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയാണ് മോളെ നമുക്ക് എല്ലാ കളിയും കളിക്കാൻ സാധിക്കുക, ഞാൻ ഈ കാര്യം പറഞ്ഞത് ശരിയായില്ലേ, എന്തായാലും ഭക്തിയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും നമ്മൾ അയ്യപ്പസ്വാമിയെ വിഗ്രഹം എടുത്താൽ അയ്യപ്പസ്വാമി എന്തായാലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് മോളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിച്ചത് എന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു സീരിയൽ ഇഷ്ടമാണ്, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പ്രമായിട്ട് വരാം. അപ്പോൾ ബൈ.